മാറുന്ന കാലത്ത് മാറ്റത്തിലൂടെ UDF-നെ ഇനി അടൂർ പ്രകാശ് നയിക്കും. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന മേൽവിലാസമാണ് അടൂർ പ്രകാശിനെ പ്രധാനമായും UDF-ന്റെ നേതൃത്വം ഏൽപ്പിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനത്തിൽ നിർണായകമായത്. പോരാട്ടത്തിൻ്റെ ഒരു കാലഘട്ടമാണ് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കണ്ട് കേരളത്തിൽ കോൺഗ്രസ് നേതൃമാറ്റത്തിലൂടെ പുതിയ വഴികൾ തുറന്നു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായാണ് KPCC നേതൃമാറ്റവും യുവ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ തീരുമാനവും UDF കൺവീനർ തീരുമാനവും നിലവിൽ വരുന്നത്. ഇത് കോൺഗ്രസിൽ ഒരു പുനർജീവനത്തിൻ്റെ പുതുജീവൻ നൽകിയിട്ടുണ്ട്. മുന്നണിയുടെ തന്ത്ര രൂപീകരണത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത അടൂർ പ്രകാശിൻ്റെ തന്ത്രങ്ങൾ UDF-ന്റെ പ്രവർത്തനങ്ങൾ ലക്ഷ്യം കാണിക്കുമെന്ന് ഉറപ്പ് ദേശീയ നേതൃത്വത്തിനുണ്ട്. ഒരു കാലത്ത് LDF-ന്റെ കോട്ടയായ ആറ്റിങ്ങൽ മണ്ഡലം 2019 അടൂർ പ്രകാശ് പിടിച്ചടക്കുകയും പിന്നീട് അത് നിലനിർത്തുകയും ചെയ്തു. UDF-ന്റെയും കോൺഗ്രസിൻ്റെയും അഭിമാനം കാത്തുസൂക്ഷിച്ച നേതാവ് എന്ന നിലയിലാണ് ഇപ്പോൾ മുന്നണിയുടെ ചുക്കാൻ ആ കൈകളിൽ ഏൽപ്പിക്കുന്നത്. ഒരു ഘട്ടത്തിൽ KPCC പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ട അടൂർ പ്രകാശ് സംഘടനാ തലത്തിൽ ഉചിതമായ പദവിക്ക് അർഹനാണ് എന്ന വിലയിരുത്തലുമുണ്ട്. അതാണ് ദേശീയ നേതൃത്വത്തിനെ ഈ ചിന്തയിലേക്ക് എത്തിച്ചതും. ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിരുന്ന വേളയിൽ ഘടകകക്ഷികളുമായി കൈകോർത്ത് പിടിച്ച് പ്രവർത്തിച്ചതിൻ്റെ അനുഭവ സമ്പത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. നിയമബിരുദധാരിയായ അടൂർ പ്രകാശ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുമുണ്ട്. 2004 മുതൽ 1.5 വർഷത്തിലേറെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത്. 2 ഘട്ടങ്ങളിലായി ആരോഗ്യ റവന്യൂ വകുപ്പുകളിൽ മന്ത്രിയായി. 1996, 2001, 2006, 2011, 2016 എന്നീ വർഷങ്ങളിലൊക്കെ കോന്നി നിയോജക മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി കേരള നിയമസഭയെ പ്രതിനിധീകരിച്ചു. വിജയത്തിൻ്റെ ഫോർമുലകൾ കൃത്യമായി അറിയുന്ന അടൂർ പ്രകാശ് തിരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ച് കയറുകയായിരുന്നു. ആറ്റിങ്ങലിൽ വർക്കല MLA-യും CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിക്കെതിരെ തൻ്റെ സിറ്റിംഗ് സീറ്റിൽ നിന്നും മത്സരിക്കുന്നതിനിടയിൽ വിജയം ഉറപ്പാക്കിയെങ്കിലും CPM-ന്റെ അട്ടിമറി മുന്നിൽ കണ്ടുകൊണ്ട് കള്ളവോട്ട് പിടിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങി പ്രവർത്തിച്ചതിലൂടെ യഥാർത്ഥ ഇലക്ഷൻ അവിടെ സാധ്യമാക്കുകയും CPM-ന്റെ കള്ളവോട്ടിലൂടെയുള്ള അട്ടിമറികളെ പ്രതിരോധിച്ചുകൊണ്ട് സുതാര്യമായ ഒരു തിരഞ്ഞെടുപ്പ് സാധ്യമാക്കാൻ പ്രവർത്തിച്ചത് ഏറെ കേരള ജനത ശ്രദ്ധിച്ചതാണ്. MP എന്ന നിലയിൽ അദ്ദേഹം തന്റെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഒരു ജനകീയ നേതാവെന്ന പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക കൂടി ചെയ്തു. അണികളെയും പ്രവർത്തകരെയും കൂടെ നിർത്തി പൊതുജനത്തെ രാഷ്ട്രീയ ഭേദമന്യേ സമീപിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചതും കോൺഗ്രസ് നേതാവിനപ്പുറം ജനങ്ങളുടെ സർവോന്മുഖ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും അടൂർ പ്രകാശ് കാണിച്ച പക്വത വീണ്ടും ആറ്റിങ്ങലിൽ അദ്ദേഹത്തെ MP ആയി തിരഞ്ഞെടുക്കാൻ വഴിയൊരുക്കുകയായിരുന്നു. ഈ ഘടകങ്ങളൊക്കെ തന്നെയാണ് ദേശീയ നേതൃത്വം UDF കൺവീനർ എന്ന സ്ഥാനം അദ്ദേഹത്തിന് നൽകാൻ നിർബന്ധിതരായത്. രാഷ്ട്രീയ കേരളത്തിൽ UDF-ന്റെയും കോൺഗ്രസിൻ്റെയും AICC-യുടെയും ഈ തീരുമാനം UDF-നെ ശക്തമാക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. തെരഞ്ഞെടുപ്പിൽ വിജയം മാത്രം നേടിയിട്ടുള്ള അടൂർ പ്രകാശ് എല്ലാ കാലത്തും കോൺഗ്രസിന്റെ വിജയമുഖമാണ്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിന്റെ കൈകളിലേക്ക് ഈ സ്ഥാനം ഏൽപ്പിക്കാൻ കോൺഗ്രസിനോ UDF-നോ യാതൊന്നും മടിക്കേണ്ട കാര്യമില്ല എന്ന ചിന്തയിൽ നിന്നാണ് അടൂർ പ്രകാശിനെ ഈ സ്ഥാനത്ത് കൊണ്ടിരുത്താൻ കോൺഗ്രസിനും UDF-നും മറ്റൊന്നും ചിന്തിക്കാൻ ഇടവരുത്തേണ്ടി വന്നില്ല. ഇത്രയും ശക്തനും തന്ത്രജ്ഞാനിയുമായ ഒരു നേതാവ് UDF-ന്റെ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ അത് കേരളത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്ന് എന്നതിൽ യാതൊരു തർക്കവുമില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.